ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ കപ്പുച്ചന്മാരും പ്രദേശമെല്ലാം ചേർന്ന് ആലപിച്ച ഭാരത അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെയും ആ ഗാനം വന്ദേ മാതരം കേൾക്കാനിടയായി. അതിന്റെ അവസാനം അതിന്റെ ഭംഗിയൊന്നും ചോരാതെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെ ഗാനമായ അമ്മേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ ഗാനവും വളരെ മനോഹരമായി ചേർത്ത് വെച്ചത് കേൾക്കാൻ സാധിച്ചപ്പോൾ ഒത്തിരിയേറെ ഇഷ്ടമായി. അത് കണ്ടപ്പോൾ ശ്രവിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആധ്യാത്മികതയും പരിശുദ്ധ അമ്മയുടെ ജീവിതം സമ്മാനിക്കുന്ന ആധ്യാത്മികതയും തമ്മിൽ ഒത്തിരിയേറെ സമാനതകളുണ്ട് എന്നുള്ളതാണ്. കാരണം കുറേയേറെ ഭാരതീയർ വർഷങ്ങളായി കണ്ട സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ് സ്വാതന്ത്ര്യ ദിനം. പിതാവായ ദൈവം കണ്ട സ്വപ്നത്തിന് നിറം കൊടുത്തയാളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു രാത്രി സംഭവിച്ച കണ്ട ഒരു സ്വപ്നം നിങ്ങളോട് പങ്കുവെക്കാം. സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങനെയാണ്: ഒരു വാഹനം, ഒരു കറുത്ത വാഹനം എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് അതിനകത്തുള്ളവർ ഇറങ്ങി വന്ന് എന്നെ ആക്രമിക്കാൻ എന്ന രീതിയിൽ എന്നെ ചേസ് ചെയ്യുകയാണ്. സ്വപ്നത്തിൽ അവരിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട് ഞാൻ വല്ല മതിലുകൾ കടന്ന് പോകുന്നുണ്ട്. ചില ശാഖകൾ കടന്നൊക്കെ മരത്തിലൂടെ ഇടയിലൂടെയൊക്കെ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ അവസാനം രക്ഷ സാധ്യമല്ല എന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ ചെന്നപ്പെടുകയാണ്. എങ്ങോട്ടും ഓടാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ അവരെന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് സ്വപ്നത്തിലെ ഞാൻ മുട്ടുകുത്തി നിന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ മനോഹരമായ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ആക്രമിക്കാനായി വന്നവർ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് സ്വപ്നത്തെ കണ്ടത്. കാര്യം അതൊരു സ്വപ്നമാണെങ്കിലും അതിനുള്ളിലെ ആ സന്ദേശം പലപ്പോഴും നമ്മുടെ ജീവിതം പല ആവർത്തി നമുക്ക് യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ തോന്നത്തക്ക വിധം അവസരങ്ങൾ ജീവിതം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് തിന്മയുടെ ശക്തികളിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് പലവട്ടം മാറി നിൽക്കുവാനും വിശുദ്ധമായ ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയുടെ കൊട്ടുപിടിച്ചപ്പോൾ ഉണ്ടായ അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മൾ ഓർമ്മ കൊണ്ടാടുന്നത് രാഷ്ട്രീയ തിന്മകൾക്കെതിരെ നടത്തിയ ഒരു പോരാട്ടമാണെങ്കിൽ, ജീവിതത്തിന്റെ ആദ്യ അവസാനം പിതാവായ ദൈവത്തിന്റെ കൂട്ടുപിടിച്ച്, ദൈവം നൽകിയ കൃപയോടെ കൂട്ടുപിടിച്ച് പാപത്തിനോട് ഒരു സമരം, ഒരു പോരാട്ടം നടത്തിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മ നമുക്കും പാപത്തോടും തിന്മയോടുമുള്ള പോരാട്ടം നടത്തുവാനായിട്ട് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഈ പോരാട്ടം നടത്താനാകും? എന്ത് ആയുധങ്ങളാണ് നമുക്ക് ധരിക്കാനാകുക? സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആയുധം അഹിംസയാണെങ്കിൽ, അഹിംസ എന്ന രീതിയിൽ തന്നെ നമുക്ക് തോന്നുന്ന പരിശുദ്ധ അമ്മ നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ ഒരു ആയുധമാണ്, ആത്മീയ ആയുധമാണ് ജപമാല. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആയുധങ്ങൾ അഹിംസയുടെ മണമുള്ളതായിരുന്നെങ്കിൽ, ഗന്ധമുള്ളതായിരുന്നെങ്കിൽ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സമാനമായ ആത്മീയ പോരാട്ടം നയിക്കാനുള്ള ആയുധമാണ് ജപമാല എന്ന് പറയുന്നത്. പല ആവർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ശരീരത്തിൽ അണിയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമ്മൾ പാപത്തിനെതിരെ പോരാടുകയാണ്. നമുക്കറിയാം, ജപമാലയുടെ ഓരോ മണികളിലും പുരട്ടിയിട്ടുള്ളത് ദൈവവചനം എന്ന അമൃതാണ്, ദൈവവചനമാകുന്ന മരുന്നാണ്. അപ്പൊ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ പാപബന്ധങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം സുഖപ്പെടുത്തുകയാണ്. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും അവരുടെ ഉള്ളിൽ അവരറിഞ്ഞോ അറിയാതെയോ സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ നിഷ്കളങ്കതയോടെ പാപരഹിതമായ ജീവിതത്തിന്റെ അവസാനം എന്നോണമുള്ള സ്വർഗാരോപണത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപത്തെ മാറ്റി നിർത്താനായി പരിശുദ്ധ അമ്മ സമ്മാനിച്ച ജപമാല നമ്മുടെ കൈകളിൽ എന്താ, ശരീരത്തിൽ അണിയാം. ഇത് ചൊല്ലാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുകയും സ്വയം ജീവിതത്തിൽ പല ആവർത്തി പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഈ ആയുധത്തെ കൊട്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കാരണം പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന രീതിയിൽ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനിക്കാനുള്ള അഭിമാനത്തിന്റെ നിമിഷം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈശോയ്ക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സമ്മാനം. എങ്കിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, സ്വർഗാരോപണ തിരുനാളിന്റെ ദിനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയൊരു തീരുമാനം ഇതാണ്: പാപത്തിനെതിരെയുള്ള പോരാട്ടം ജീവിതത്തിൽ നയിക്കാനായി ജപമാലയെ കൂട്ടുപിടിക്കാം. വചനത്തിന്റെ ഗന്ധമുള്ള, വചനമാകുന്ന അമൃത് പുരട്ടിയിരിക്കുന്ന അതിന്റെ ഓരോ മണികൾ ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മോടൊപ്പം പാപത്തിനെതിരെ പോരാടുകയും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.